യാത്ര തിരഞ്ഞെടുക്കാൻ കാരണം ആരും പോയിട്ടില്ലാത്ത ഒരു ഡിഫറെന്റ് വഴി കൂടെ പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ആണ് യൂണിസൈക്കിൾ തിരഞ്ഞെടുത്തത്. നിങ്ങള് മൊബൈൽ എന്തോ പകർത്തുന്നതായിട്ട് എനിക്ക് തോന്നി. ഇനി എന്തുമായിരിക്കും. പിന്നെ ഞാൻ തിരിച്ചു വന്നതാണ്. ഇത് വലിയ വളരെ ഹാപ്പി, സന്തോഷമുണ്ട്. പിന്നെ ചോറോ സുഹൃത്തുക്കളെ, യുവാക്കൾക്ക് നല്ലൊരു മെസ്സേജുമായിട്ടാണ് ഈ അബി പാറശാലയിൽ നിന്ന് കാസർഗോഡ് വരെ പോകുന്നത്. അതായത് മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും MDMA നിന്നല്ല മാറി സ്പോർട്സിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ ഉദ്ദേശം. അപ്പൊ അബിയുടെ യാത്ര പാറശാലയിൽ നിന്ന് തുടങ്ങി കൊട്ടാരക്കര വഴി ഇനി കാസർഗോഡേക്ക് പോവുകയാണ്. ഇപ്പോൾ 6 ദിവസമായി. എന്തായാലും യാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. കാസർഗോഡ് പോവാ. ഇപ്പൊ നമ്മള് എവിടുന്ന യാത്ര തുടങ്ങിയത്? തിരുവനന്തപുരം പാറശാലയിൽ മോട്ട് പോകണം. അവിടെ വീട്? അവിടെയാണ് വീട്. ഈ സൈക്കിളിന് യൂണിക് സൈക്കിൾ എന്ന് പറയും. ഒരു വീലേ ഉള്ളൂ. പ്രാക്ടീസ് ഉണ്ട്. 6 മാസത്തോളം ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ജനുവരി 13 പഠിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഡെയിലി ഇപ്പൊ നാട്ടിൻ പുറത്തോടെ ചവിട്ടി ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. യാത്ര തിരഞ്ഞെടുക്കാൻ കാരണം ആരും പോയിട്ടില്ലാത്ത ഒരു ഡിഫറെന്റ് വഴി കൂടെ പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ആണ് യൂണിസൈക്കിൾ തിരഞ്ഞെടുത്തത്. ഇങ്ങോട്ട് ആരും അധികം ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് ആരും ചെയ്തതായിട്ട് അറിവില്ല. പുറത്തൊക്കെ ഉണ്ട്, ഇന്ത്യയിലെ പുറത്തൊക്കെ ഉണ്ട്. ഞാൻ ഒരാളടുത്ത് പറഞ്ഞു കൊടുത്ത് ചെയ്ത് വാങ്ങിച്ചാണ്. മഴയാണെങ്കിൽ ഒതുങ്ങി നിൽക്കും. ചെറിയ മഴയൊക്കെ ആണെങ്കിൽ കുടയുണ്ട്. ചെറിയ വെയിലാണെങ്കിലും കുടയുണ്ട്. പിന്നെ കുടയുടെ സഹായം കൊണ്ടാണ് ചെറുതായിട്ട് കയറുന്നത്, ബാഗിന്റെ വെയിറ്റ് കാരണം. അത് മാത്രമല്ല, ഈ സിംഗിൾ വീല് മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് ബ്രേക്ക് ഇല്ല. ഇത് ചവിട്ടറിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. ബാക്കിലോട്ട് ഇറങ്ങിയ ബാക്കിലോട്ട്, ഫ്രണ്ടിലോട്ട് ഇറങ്ങിയ ഫ്രണ്ടിലോട്ട്. ഇറക്കത്താണെങ്കിലും ചവിട്ടണം, കയറ്റത്താണെങ്കിലും ചവിട്ടണം. ചവിട്ടിയില്ലെങ്കിൽ വണ്ടി നിൽക്കും. ചവിട്ടിയേ പറ്റുള്ളൂ, ഒരു രക്ഷയില്ല. സിംഗിൾ സൈക്കിളായിട്ട് ഇങ്ങനെ പോകുമ്പോ ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ചവിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനൊന്നും തോന്നാറില്ല. ഭയങ്കര ഇഷ്ടമാണ് ചവിട്ടുന്നത്. വീട്ടുകാര്, നാട്ടുകാര്, കൂട്ടുകാര് എല്ലാം സപ്പോർട്ടാണ്. എല്ലാരും സപ്പോർട്ടാണ്. കാസർഗോഡ്. വീട്ടില് അമ്മയും അച്ഛനും, പിന്നെ ചേച്ചി മാരേജ് ആയി, പിന്നെ അച്ഛൻ്റെ അച്ഛനുണ്ട്. ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് അതിന്റെ അടുത്ത ദിവസം ഇറങ്ങി. യാത്ര പ്ലാനൊന്നുമില്ല, പെട്ടെന്ന് അങ്ങ് ഇറങ്ങിയാണ്. ആക്ച്വലി ഇപ്പൊ പോകണമെന്നല്ല പ്ലാൻ ചെയ്തിരുന്നത്. പെട്ടെന്നുള്ള ഒരു ഒറ്റ മൈൻഡിൽ ഇറങ്ങിയതാണ്. ഇങ്ങനെ അപ്പൊ പ്ലാനൊന്നുമില്ല. എത്തുമ്പോഴെത്തും. കാണേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ട് കംപ്ലീറ്റ്